നമസ്കാരം. മോണോ ആക്ട് വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെ സത്യൻ മുദ്രയുണ്ട്. സത്യൻ മുദ്ര എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി നമ്മളൊക്കെ കണ്ട് പരിചയമുള്ള, അതായത് യുവജനോത്സവ വേദികളിലെ ഒരു നിത്യ സാന്നിധ്യമാണ് സത്യൻ മുദ്ര. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിരമിക്കുകയാണ് അല്ലേ. ചിത്രകലാ അധ്യാപകനായിരുന്ന സത്യൻ മുദ്ര അദ്ദേഹം ഇപ്രാവശ്യം വിരമിക്കുകയാണ്. പക്ഷേ ചിത്രകലാ അധ്യാപകൻ എന്നുള്ളതിനേക്കാൾ കലോത്സവ വേദിയിലെ നിറ സാന്നിധ്യമാണ് സത്യൻ മുദ്ര. കഴിഞ്ഞ നൂറ്റാണ്ടായി ഒരുപാട് കുട്ടികളെ മോണോ ആക്ട് പരിശീലിപ്പിക്കുകയും മിക്കവാറും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സമ്മാനം നേടുന്നവരിൽ ഭൂരിഭാഗവും സത്യൻ മുദ്രയുടെ ശിഷ്യരാണ്. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരുപാട് ശിഷ്യരുമായിട്ടാണ് വളരെ വ്യത്യസ്തമാർന്ന വിഷയങ്ങൾ മോണോ ആക്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും രാഷ്ട്രീയ സാമൂഹ്യ മാനങ്ങളുള്ള വിഷയങ്ങളാണ് സത്യൻ മുദ്ര തിരഞ്ഞെടുക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം. ഞാൻ സത്യൻ മുദ്ര. കഴിഞ്ഞ 27 വർഷമായി ഏകാഭിനയത്തിൽ പതിവ് പോലെ തന്നെ ഈ വർഷവും എത്തിയിരിക്കുകയാണ്. കുറേ വിദ്യാർത്ഥിനികളുമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിൽ നിന്നുമൊക്കെ നിരവധി വിദ്യാർത്ഥിനികളുമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ ഈ വർഷവും അരങ്ങിലെത്തിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നും ക്ലിയോപാട്ര, ചരിത്രവും വർത്തമാനവും ക്ലിയോപാട്രമാരാൽ ഭരണം നടത്തുന്നു, അല്ലെങ്കിൽ വിധിക്കപ്പെടുന്നു, അതിന് വക്രീവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു കഥാപാത്രത്തിന് വിഷയമായിട്ടുള്ളത്. ഒപ്പം ഹൈദരലിയും മൻസിയയും കണ്ടുമുട്ടുമ്പോഴുള്ള അവിചാരിതമായ സംഭവങ്ങൾ എന്തൊക്കെയെന്ന് ഒരു ഏകാഭിനയത്തിൻ്റെ പാത്രസൃഷ്ടിയിലൂടെ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇറാനിലെ 19 വയസ്സുകാരിയായ റെയ്ഹാന ജബ്ബാരി എന്ന് പറയുന്ന 19 വയസ്സുകാരി തൻ്റെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുഭവിക്കേണ്ടുന്ന പീഡനങ്ങൾക്കൊടുവിൽ അയാളെ കുത്തിക്കൊല്ലുകയും അവസാനം മതക്കോടതി ഈ 19 വയസ്സുകാരിക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന വർത്തമാനകാല സാഹചര്യം ഏകാഭിനയത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഒപ്പം മണിപ്പൂരിൻ്റെ രാഷ്ട്രീയ പ്രസക്തി വംശീയ കലാപമായിട്ട് തന്നെ, അത് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയവൽക്കരിച്ച് നാം പറയുമ്പോൾ ഒരുപക്ഷെ അത് നമ്മുടെ രാജ്യത്തിനുണ്ടാവുന്ന പരിമിതികൾ, അല്ലെ രാജ്യത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഭവിഷ്യത്തുകൾ നാം തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മണിപ്പൂർ എന്ന് പറയുന്ന അതിശക്തമായ ഒരു പ്രമേയത്തിലൂടെ. അതുപോലെ തന്നെ പുലിജന്മം, അങ്ങനെ ഒട്ടനവധി വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏകദേശം ജില്ലാ മത്സരത്തിലേക്ക് 22 വിദ്യാർത്ഥികളുമായാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അതൊരു പക്ഷേ എന്തോ എന്നെപ്പോലത്തെ അധ്യാപകർക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിരിക്കാം. 22 പേരെയും കൊണ്ട് ഒരു ജില്ലയിലെത്താൻ കഴിയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ്. അതും ഈ വർഷം ഞാൻ എൻ്റെ ഔദ്യോഗികമായ സ്കൂൾ ചിത്രകലാധ്യാപന പദവിയിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെയേറെ സന്തോഷം കൂടിയാണ് ഈ വർഷത്തെ കലോത്സവം എന്ന് അറിയിക്കുക. സന്തോഷം.